+2 കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിക്കിൻ്റെ ചാപ്റ്ററാണ് ആൽക്കഹോൾ, ഫീനോൾ ആൻഡ് ഈതേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഇത്തിരി വലുതും കൂടിയാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ നമുക്കൊന്ന് വേഗം നോക്കാം. ഒറ്റ മിനിറ്റ് നോക്കാം. അപ്പോൾ അതേടാ, അതിൽ ആദ്യത്തെയാണ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോളിൽ വരിക. അതിൽ 2 പ്രിപ്പറേഷൻസ് ആണ് വരുന്നത്. ആൽക്കീനി എന്നുള്ള പ്രിപ്പറേഷനും അതുപോലെ തന്നെ അതിൻ്റെ മെക്കാനിസവും പിന്നെ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലൂക്കാസ് ടെസ്റ്റ്. എങ്ങനെയാണ് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോളുകളെ നമ്മൾ തിരിച്ചറിയുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ വന്നാൽ ലൂക്കാസ് ടെസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് പഠിക്കാം. പിന്നെ വരുന്നതാണ് ഫീനോളുടെ റിയാക്ഷൻസ് ആണ്. അതിൽ HNO3യും കോൺസെൻട്രേറ്റഡ് HNO3യും ഡൈല്യൂട്ട് HNO3 ആയിട്ടുള്ള ഫീനോളുടെ റിയാക്ഷൻസ്. അതിനൊപ്പം തന്നെ 2-3 റിയാക്ഷൻ കൂടി ഉണ്ട് സിങ്കിൻ്റെ ഒപ്പമുള്ള റിയാക്ഷൻ. അതെന്തായാലും ഒന്ന് നോക്കിയേക്കാം. ബട്ട് മെയിൻലി ഈ ഒരു കോൺസെൻട്രേറ്റഡ് HNO3യും അതുപോലെ ഡൈല്യൂട്ട് HNO3 ആയിട്ടുള്ള റിയാക്ഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. പിന്നെ വരുന്നതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 നെയിം റിയാക്ഷനുകളാണ് കോൾ ബേസ് റിയാക്ഷൻ, റെയ്മർ-തെയ്മാൻ, വില്യംസൺ. ആൻഡ് ഫൈനലി ഈതേഴ്സിൽ റിയാക്ഷൻ വിത്ത് HI അല്ലെങ്കിൽ HX ആയിട്ടുള്ള റിയാക്ഷനാണ് അടുത്തതായിട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. അതിലെ നെയിം റിയാക്ഷൻസ് ഡയറക്റ്റ്ലി എക്സാമിന് ചോദിക്കുന്നതാണ്. നല്ല അടിപൊളിയായിട്ട് പഠിക്കുക, ക്ലിയർ ആയിട്ട് അതിനുള്ള മാർക്കുകൾ സ്കോർ ചെയ്യുക. പഠിക്കാനുള്ള കാര്യങ്ങൾ വളരെ കുറച്ചാണ്. നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ സൂപ്പറായിട്ട് പഠിക്കുക. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് കേട്ടോ.